ഹലോ ഹായ്. അപ്പോൾ ഞങ്ങൾ താണ്ടെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഇതാ ഇങ്ങനെ വന്ന് മ്യൂസിയത്തിലിരിക്കുകയാണ് അല്ലേ. സിനിമ ഏതാണെന്ന് പറയണ്ടേ? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എബ്രഹാം ഓസിലാർ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പിറന്ന ഒരു പുതിയ ത്രില്ലർ മൂവി കൂടി കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. എന്താ പറയുക, കുറേ വ്യത്യസ്തതകളുണ്ട് കേട്ടോ. സാധാരണ അദ്ദേഹം ഓരോ സിനിമയിൽ നിന്ന് വ്യത്യസ്തത കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇതിനകത്ത് അദ്ദേഹത്തിന് കുറച്ച് മെഡിക്കൽ ബ്രില്യൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് എത്രമാത്രം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യം പറയാമല്ലോ, ഇതിനകത്തൊരു മാസ് എൻട്രി വരുന്നുണ്ട് കേട്ടോ. ആ മാസ് എൻട്രിയിൽ മാത്രമാണ് പേഴ്സണലി എനിക്ക് ഒരു ഇത്തിരിയെങ്കിലും കൗതുകവും സന്തോഷവും തോന്നിയത് അല്ലേ. അല്ലേ, ഞാനത് പറയാതിരുന്നതാ. കാരണം എന്ന് പറഞ്ഞാൽ ആ ത്രില്ല് നിനക്ക് കിട്ടട്ടെന്നും പറഞ്ഞ്, സത്യം പറയല്ല, അത് പറയാതിരുന്നത് നന്നായി. കാരണം ആ ത്രില്ല് നിനക്ക് കിട്ടിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്ന് ഇല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു എൻട്രിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. എന്നാ റിസ്ക്കാണ് ഇദ്ദേഹം എടുക്കുന്നതെന്ന്. കാരണം ഇത്രമാത്രം കത്തി നിൽക്കുന്ന സമയത്ത് അല്ലേ. പക്ഷെ അവസാനം തോന്നി വേണ്ടായിരുന്നു എന്ന് അല്ലേ. ഒരു സാധാരണ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. പക്ഷേ ഒരു ബ്രില്യൻസിന് ഞാൻ ഹാൻഡ്സ് ഓഫ്. കാരണം എന്നാണെന്നറിയോ, അതിൻ്റെ ബലത്തിൽ, ആ മാസ് എൻട്രിയുടെ ബലത്തിലാണ് തിയേറ്റർ വൈകിട്ടും നിറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ആവറേജ് മൂവിക്ക് തിയേറ്റർ നിറയൂല. സത്യമല്ലേ. അപ്പോൾ ഉണ്ടായ കയ്യടി നീ ശ്രദ്ധിച്ചോ? സ്റ്റൈലിഷ് ഒരു എൻട്രി ഉണ്ട്, പോയി കണ്ടു നോക്ക്. ആരാണെന്നും സിനിമ എന്താണെന്നും അദ്ദേഹം എന്താണ് ചെയ്യുന്നതും നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം സിനിമയുടെ കണ്ടന്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രൈം ത്രില്ലറാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താ പറയുക, ഒരു സീരിയൽ കില്ലർ ആണോടോ? അല്ല. കൊലയാളികൾ എന്ന് പറയുന്നത് കൊലയാളികൾ എന്ന് തന്നെ പറയാം അല്ലേ. കാരണം അതിന് ശക്തമായിട്ടൊരു മോട്ടീവുണ്ട്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം തന്നെയാണ്. അത് പലപ്പോഴും പലയിടത്തും നടക്കുന്നതാണ് അല്ലയോ. അതെ. അപ്പോൾ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 3 വർഷത്തെ പ്ലാനിങ് ആണല്ലേ. 3 വർഷത്തെ. പക്ഷെ ആ പ്ലാനിങ് അതൊക്കെ അത്ര അങ്ങോട്ട് എഫക്റ്റ് ആയോ നമുക്ക്? പക്ഷെ പറന്ന് ടച്ച് ചെയ്ത് അങ്ങ് പോയി അല്ലേ. പോയി. അവിടെ എന്തൊക്കെയോ ഒരു മിസ്സിങ് പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പം ഒരു മോട്ടീവുള്ള 1-2 കൊലയാളികൾ കുറച്ച് പേരെ കൊല്ലുന്നു. ഇതൊക്കെയാണ് സംഭവം. അതാണല്ലോ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. തിരക്കഥ കൊണ്ട് ഈ സിനിമ ആവറേജ് ലെവലിലേക്ക് താഴ്ത്തപ്പെട്ടു എന്ന് തന്നെ പറയാം, സത്യം പറയാം. കാരണം തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഏതൊക്കെ സീനുകൾ തമ്മിൽ ലിങ്ക് ഇല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി അല്ലേ. ഡയലോഗ് പ്രസൻറ്റേഷനുകളൊക്കെ, കാരണം ഡയലോഗ് പ്രസൻറ്റേഷൻ ഞാൻ എടുത്തു പറയാം. നമ്മുടെ ജയറാം, അദ്ദേഹത്തിന് വയ്യ എന്നുള്ളത് ആദ്യമേ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ട്രാജഡി നടന്നു. സത്യം പറയാമല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടിട്ടേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അടുത്തതിനുള്ള ക്ലോസ് ആണോ, അല്ലെങ്കിൽ അടുത്ത സിനിമയ്ക്കുള്ള അടുത്ത സെക്കൻഡ് പാർട്ടിനുള്ള ലീഡാണോ കൊണ്ടിട്ടേക്കുന്നത്? വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്നാണ് ആ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് 3 വർഷം മുന്നെയാണ്. ഈ ഒരു പ്ലാനിങ് നടക്കുന്നത് 3 വർഷം മുന്നെയാണ്. അങ്ങനെയാണല്ലേ. അത് തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് പൊളിച്ച് ശരിയാ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമേ അതിനകത്തൊരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്നാണെന്നറിയാമോ, ഈ 3 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ജയറാമിട്ട ഞെട്ടി എണീക്കുന്നൊരു സീനില്ലേ, അതെനിക്ക് ഭയങ്കര കണക്ഷനുള്ള കണക്കിന് ഫീൽ ചെയ്യും അല്ലേ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ട് രാവിലേക്ക് വരുന്നൊരു സീനല്ലേ, ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട്, ലൈറ്റിംഗ് മീൻസ് മറ്റേ മിന്നലിൻ്റെ ഒരു എഫക്റ്റൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് നേരം വിളക്കുന്നില്ലേ, അത് തമ്മിലൊരു ക്ലാഷ് പോലെ എനിക്ക് തോന്നി. കാരണം അത് ശരിയായില്ലെന്ന് എനിക്ക് പേഴ്സണലി. പിന്നെ അതുപോലെ തന്നെ പലയിടത്തും ഈ ഒരു മിന്നൽ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടായിരുന്നു, ലൈറ്റിംഗ് എഫക്റ്റ്. പക്ഷേ അതെനിക്ക് അത്ര അങ്ങോട്ട് എഡിറ്റിങ്ങിനകത്ത് തന്നെ അതത്ര അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ ഒരു സിനിമയുടെ തിരക്കഥ കൊണ്ട് ഈ സിനിമ ആവറേജിലേക്ക് താഴ്ന്നു എന്ന് പറയാം. കാരണം ഈ ജയറാമേട്ടൻ്റെ കൂടെയുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, എസ്പെഷ്യലി അയാളില്ലേ, ആ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അതായത് നമ്മുടെ കലാമണിയുടെ അതിൻ്റെ ഒരു സെന്തിലോ അങ്ങനെ തന്നെ പേരെന്ന് തോന്നുന്നു കേട്ടോ. അയാളുടെ ഡയലോഗ് പ്രസൻറ്റേഷനും ഈ ചൂടായിക്കൊണ്ടുള്ള നോട്ടവും നീ പറ എന്നുള്ളതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചിരി വന്നു. നിനക്കോ? അതായത് ഒരു അഭിനയത്തിലൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫീലിംഗ് വന്നില്ലേ അല്ലേ. കോൺഫിഡൻസ് കുറവുണ്ട്. പിന്നെ ജയറാമേട്ടനെ തുടക്കത്തിലേ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റൂല. ഇടയ്ക്ക് പോർഷനുകളിലൊന്നും നമുക്ക് അദ്ദേഹത്തിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയാവില്ല. ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയാൻ പറ്റുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, ജഗദീഷ് ഏട്ടൻ. അദ്ദേഹം ഒരു നല്ലൊരു ക്യാരക്ടർ ഇല്ലേ.
അദ്ദേഹത്തിന് കൊടുത്തത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം പറയുന്നതിനൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ എത്തുന്ന സമയത്ത് കഥ പറച്ചിൽ പോലെ ആയിപ്പോയി സിനിമ അല്ലേ. കുറച്ച് മെഡിക്കൽ ബ്രില്യൻസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ തിരക്കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുൻ അശോകൻ്റെ വേഷം ഞാൻ പറഞ്ഞല്ലോ. അർജുൻ അശോകൻ്റെ വേഷവും ഈ കഥയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഒരു ഫീലും തരാതെ കടന്നു എന്ന് പറയാം അല്ലേ. മെഡിക്കൽ ബ്രില്യൻസിന് വേണ്ടിയിട്ട് കുറേയധികം ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുസ്തകങ്ങൾ ക്രൈം ത്രില്ലേഴ്സോ ഏതൊക്കെയോ പുസ്തകങ്ങൾ റെഫർ ചെയ്ത സമയത്ത് കുറച്ച് ടേമുകൾ കിട്ടി. അത് ഇതിനകത്ത് കൊണ്ടുവന്ന് കുത്തിത്തിരിയത് പോലെയാണ് തോന്നിയത്. സത്യമല്ലോടോ? അല്ലെങ്കിൽ സത്യം ഞാൻ പറയാം, ലോജിക്ക് ഇല്ലായ്മയുടെ അങ്ങേയറ്റം വരെ പോയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഈ ഹോസ്പിറ്റലിലൊക്കെ എന്തോ കിഴങ്ങന്മാരാണോ ഇരിക്കുന്നത്. നീ അവസാനത്തെ ഒരു സീൻ കണ്ടായിരുന്ന പോലീസുകാരെല്ലാം ഇപ്പുറത്തേക്കുന്നു, അപ്പുറത്തെ ബാക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോയിരിക്കുന്നു. ഈ പോലീസുകാരത് പൊട്ടന്മാരാണ്. വേറെ ഒരു സീനുണ്ട്. അത് അല്ല, ഈ ഒരു അയാൾ അതാര് ജഗദീഷിനെയാണ് എടുത്തോണ്ട് പോകുന്നത് അതിനകത്ത്. ജഗദീഷിനെ, അതായത് പേഴ്സണലി ഞാൻ പറയാണ്, അതിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് പോലീസുകാരെല്ലാം ഫ്രണ്ട്, ബാക്കിലത്തെ ഡോറ് വഴിയിട്ട് എടുത്തുകൊണ്ട് പോയി. ഇപ്പം ഇത്രയും ഒരു കില്ലർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു വിക്ടിം, അല്ലെങ്കിൽ അടുത്ത ഒരു ഇയാളാണ്, ഇയാളെ ഇപ്പോൾ കൊല്ലാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പം വന്നിട്ട് ഫ്രണ്ടിൽ പോസ്റ്റ് കണക്ക് 10 എണ്ണം വന്ന് നിൽക്കുക, ബാക്കിൽ കൂടെ വില്ലൻ വന്ന് സാമാനത്തിന് എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെ എന്ത് ലോജിക്കില്ലായ്മയാണ്. നീ ഒന്ന് ആലോചിച്ചു, നീ ഒരു ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ചെയ്യുമോ? അല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നതിനോട് വിഷമമുണ്ട്. ഒരു കാര്യം പറയാം, ആ സ്കാനിങ് സെന്റർ കറണ്ട് പോയപ്പോൾ ഒരു വായി നോക്കി ഇറങ്ങി താഴോട്ട് പോയേക്കുന്നത് അത് അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നി. ഒരു ഹോസ്പിറ്റലില് കറണ്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ആ റൂമെന്ന് അയാൾ ഇറങ്ങി പോയിട്ട് ചെയ്യേണ്ട സെക്യൂരിറ്റിയെ വിളിച്ചു പറഞ്ഞാൽ പോലും ഇടൂ. ഒരു വിവരമില്ലായ്മയുടെ അങ്ങേയറ്റമാണ്, ലോജിക്കില്ലായ്മയുടെ അങ്ങേയറ്റമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് സാമാനവും. 3-4 കൊലപാതകങ്ങൾ കാണിക്കുന്നത്. ഈ ആദ്യത്തത് പോട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളിക്കളഞ്ഞു. രണ്ടാമത്തത് എന്തോ ഈ കാണിക്കുന്നത് ഈ ഇതുമാതിരി അല്ല. എന്താ പറയുക ഞാൻ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയില്ല. നിങ്ങളൊരു സിനിമ ആണ്, പോവില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാവും ഇതാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് തിയേറ്ററിൽ സിനിമ സമ്മാനിച്ചത്. അത് ഓപ്പണായിട്ട് പറയാം. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ആ മാസ് എൻട്രിക്ക് മാത്രം കൈയടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 1% പോലും സിനിമ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, ത്രില്ല് ചെയ്യിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്കറിയാം, ഇമോഷൻസോടെ റിവ്യൂ പറയുന്ന 2 പേരാണ് നമ്മൾ. സത്യമല്ലേ? എല്ലാ സിനിമയ്ക്കും, ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്ക് അത്രമാത്രം ഇമോഷനിലൂടെ നമ്മൾ റിവ്യൂ പറയേണ്ടത്. കാരണം അത് നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ആണ്. ഈ സിനിമയെ പറ്റിയിട്ട് എനിക്ക് ഒറ്റ വാക്കിൽ പറയാം, എവിടുന്നോ കുറേ കണ്ടന്റുകൾ ഇയാൾ വായിച്ചെടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നൊരു കഥയ്ക്കകത്തോട്ട് കുത്തി നിറച്ച് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം വർക്ക് ചെയ്തിട്ടില്ല. സൈജു കുറുപ്പിൻ്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് ഒരു 3 ഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദനമഴ സീരിയലിനകത്തൊക്കെ കാണിക്കുന്ന കണക്ക് 3 ഫേസ് എക്സ്പ്രഷൻസ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സിനിമ തുടങ്ങി 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സീനുകൾ തമ്മിൽ പലതിനും കണക്ഷനില്ല, ഡയലോഗ് പ്രസൻറ്റേഷൻ കറക്റ്റായിട്ടില്ല. നമുക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എന്തായാലും സിനിമ പോയി കാണുക. പിന്നെ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് മാത്രം കയറി വയ്ക്കുന്നു. സിനിമ ഈ മ്യൂസിക് കേട്ടിട്ട് ബാക്കിയുള്ള ഇതുണ്ടല്ലോ ഉറങ്ങിപ്പോയെന്ന് തന്നെ പറയാം. അതാണ് സത്യം പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത്, സിനിമാറ്റോഗ്രഫി വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ലൈറ്റിംഗ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ ബോറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ലൈറ്റിംഗ് എഫക്റ്റ് മീൻസ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ മിന്നലിൻ്റെ ഒരു എഫക്റ്റ് കൊടുത്തു, അതാണ് പറഞ്ഞത്. അല്ലാതെ സിനിമയുടെ ലൈറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാബിനകത്തേക്ക് വരുന്ന ലൈറ്റിങ്ങും സീനുകളും ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലഘട്ടം കാണിച്ചിട്ട് ആ പഴയ കാലഘട്ടത്തിലെ പാട്ടൊക്കെ കൊണ്ടുവന്ന് ഫ്യൂഷൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൂപ്പറായിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ കുറച്ച് നല്ല ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ സിനിമ നമ്മളെ ടച്ച് ചെയ്തത്, കാരണം ത്രില്ലർ സിനിമ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഒരു ക്യൂരിയോസിറ്റിയോടെ, ഒരു ത്രില്ലിങ്, അടുത്തതാര് ഇല്ലേ, അവൻ അടുത്തത് എങ്ങനെ ചെയ്യും, അവനെ എങ്ങനെ പ്രതിരോധിക്കും, ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളെ ഇവിടെ നിൽക്കുന്നത് അല്ലേ. അവിടെ കുറച്ച് ബ്രില്യൻസ്, അതായത് കുറേ ടേമുകൾ ഇല്ല, എസ്ഐയിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറേ ടേമുകൾ ആഡ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നതാണെങ്കിൽ ഈ സിനിമയിൽ കുറേ ടേമുകൾ കൊണ്ടുവന്ന് പറഞ്ഞു വെച്ച്, കുറേ കഥ പറയുന്നതാണെങ്കിൽ കുറേ ടേമുകൾ കൊണ്ട് പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞ് ത്രില്ലർ സിനിമയാവത്തില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരിലും ത്രില്ലിംഗ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയാം, ഇത് കാണുന്ന ചില മഹാവിദഗ്ധന്മാർ, അത് മിഥുൻ മാലുവൽ തോമസിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ടവരെന്ന് പറയും, നീ ഒന്നുകൂടെ പോയി സിനിമ ആണ്, നിനക്കപ്പം മനസ്സിലാവും, നിനക്ക് മനസ്സിലാവത്തുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ഓപ്പൺ
ഓപ്പണായിട്ട് പറയാണ്, നമ്മളിൽ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യം പോയി സിനിമ കാണും, ശരിയല്ലേ? അല്ലാതെ 10 പ്രാവശ്യം സിനിമ മനസ്സിലാവാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഇത് മമ്മൂട്ടിയുടെ കാതലൊന്നുമല്ല, അല്ലെങ്കിൽ നേര് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ നേരൊന്നുമല്ല ഈ സിനിമ. അത്രയ്ക്കൊന്നും ഇല്ല, ഇല്ലേ? അത്ര വലിയ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ ഒരു ആവറേജാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സിനിമ പോയി കാണുക, വിജയിപ്പിക്കുക. പിന്നെ ആ എൻട്രി, അത് സത്യം പറഞ്ഞാൽ 150 രൂപയ്ക്ക് ആ എൻട്രി മാത്രമാണ് എനിക്ക് മുതലായത്. നിനക്കാ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി സിനിമ ആണ്. ശരി, ഓക്കെ, താങ്ക് യു.